സമുദ്രനിരപ്പിൽ നിന്നും 1100 മീറ്റർ ഉയരത്തിൽ ഇടുക്കിയുടെയും കോട്ടയത്തിന്റെയും അതിർത്തിയിൽ മഞ്ഞു പുതച്ചു കിടക്കുന്ന ഒരു സ്വർഗമുണ്ട്. സഞ്ചാരികളുടെ പ്രിയപ്പെട്ട ഇടം വാഗമൺ. പച്ച പരവതാനി വിരിച്ച മൊട്ടക്കുന്നുകളും പൈൻ വനങ്ങളും കുളിർമയുള്ള കാറ്റും നമ്മെ ഇങ്ങോട്ട് മാടി വിളിക്കുമ്പോൾ ഒരു നിമിഷം നമ്മൾ ചിന്തിച്ചിട്ടുണ്ടോ, ഈ മനോഹരമായ കുന്നുകൾക്ക് വാഗമൺ എന്ന പേര് എങ്ങനെ ലഭിച്ചുവെന്ന്? ചരിത്രവും ഐതിഹ്യവും തമിഴ് വേരുകളും ഇടചേർന്ന വാഗമണ്ണിന്റെ വിസ്മയിപ്പിക്കുന്ന ഉത്ഭവകഥയാണ് വെൽക്കം ടു ഒറിജിൻ സ്റ്റോറീസ് മലയാളം. വാഗമൺ എന്ന പേരിനെ കുറിച്ച് ഏറ്റവും കൂടുതൽ വിശ്വസിക്കപ്പെടുന്ന ഒരു വാദം അതിന്റെ ഭാഷാപരമായ അർത്ഥമാണ്. ഇതിനെ നമുക്ക് രണ്ടായി വിഭജിക്കാം, വാഗൈ എന്നും മൺ എന്നും. പഴയ തമിഴിൽ വാഗൈ എന്നാൽ നമ്മൾ ഇന്ന് കാണുന്ന നെമ്മേനി വാഗമരങ്ങളാണ്. മൺ എന്നാൽ ഭൂമി അല്ലെങ്കിൽ പ്രദേശം, അതായത് വാഗമരങ്ങൾ പൂത്തു നിൽക്കുന്ന മണ്ണ്. പുരാതന കാലത്ത് ഈ പ്രദേശങ്ങളിൽ ധാരാളമായി വാഗമരങ്ങൾ ഉണ്ടായിരുന്നുവെന്ന് പറയപ്പെടുന്നു. പഴയ സംഘകാല കൃതികളിൽ പോലും യുദ്ധത്തിൽ വിജയിക്കുന്ന രാജാക്കന്മാർ വാഗപ്പൂക്കൾ ചൂടിയിരുന്നതായി പരാമർശിക്കുന്നുണ്ട്. ഈ മലനിരകളുടെ പ്രതാപം ആ വാഗപ്പൂക്കളിലൂടെ ഈ പേരിന് കാരണമായിട്ടുണ്ടാകാം. കേരളത്തിലെ സ്ഥലനാമ ചരിത്രത്തെക്കുറിച്ച് ഏറ്റവും ആധികാരികമായി പഠനം നടത്തിയ വ്യക്തിയാണ് വി.വി.കെ. വാലം. വി.വി.കെ. വാലത്തിന്റെ നിരീക്ഷണങ്ങളും വിരൽ ചൂണ്ടുന്നത് ഇതേ തമിഴ് ബന്ധത്തിലേക്കാണ്. എന്നാൽ ഇന്ന് നമ്മൾ കാണുന്ന വാഗമണ്ണിലേക്ക് ഈ നാടിനെ മാറ്റിയത് മറ്റൊരു വിദേശിയുടെ വരവോടെയാണ്. ഇന്ന് നമ്മൾ കാണുന്ന വാഗമണ്ണിനെ രൂപപ്പെടുത്തിയത് 19-ാം നൂറ്റാണ്ടിലെ ബ്രിട്ടീഷ് സാന്നിധ്യമാണ്. 1920-കളിൽ ക്രിസ്ത്യൻ മിഷണറിയായ ഹെൻറി ബേക്കർ ജൂനിയർ ആണ് ഈ കുന്നുകളുടെ സൗന്ദര്യത്തിൽ ആകൃഷ്ടനായി ഇവിടേക്ക് എത്തുന്നത്. വന്യമായ കാടുകൾ വെട്ടിത്തെളിച്ച് അദ്ദേഹം അവിടെ തേയിലത്തോട്ടങ്ങൾ ആരംഭിച്ചു. ബ്രിട്ടീഷുകാർക്ക് അവരുടെ നാട്ടിലെ കാലാവസ്ഥയാണ് ഇവിടെ അനുഭവപ്പെട്ടത്. ചരിത്രരേഖകളിൽ പലയിടത്തും ഈ പ്രദേശം വാഗമൺ എന്ന് രേഖപ്പെടുത്തി കണ്ടു തുടങ്ങിയത് ഈ കാലഘട്ടത്തിലാണ്. തദ്ദേശീയമായി നിലനിന്നിരുന്ന ഈ പേരിനെ ബ്രിട്ടീഷ് ഉച്ചാരണ ശൈലിയിലേക്ക് മാറ്റിയതാകാം ഇന്നത്തെ വാഗമൺ. വാഗമണ്ണിന്റെ ചരിത്രം പറയുമ്പോൾ ഒഴിവാക്കാൻ പറ്റാത്ത മറ്റൊരു കാര്യമുണ്ട്. അതിവിടുത്തെ 3 മലകളാണ്: കുരിശുമല, തങ്ങൾപ്പാറ, മുരുകൻമല. ക്രൈസ്തവ വിശ്വാസത്തിന്റെ ഭാഗമായ കുരിശുമല ആശ്രമം 1950-കളിൽ ഫ്രാൻസിസ് ആചാര്യയുടെ നേതൃത്വത്തിലാണ് സ്ഥാപിതമായത്. സൂഫി സന്യാസിയായ ഷൈഖ് ഫരീദുദ്ദീന്റെ സ്മരണ ഇരമ്പുന്ന തങ്ങൾപ്പാറയും ഹിന്ദു പുരാണങ്ങളുമായി ബന്ധപ്പെട്ട മുരുകൻമലയും ഈ മണ്ണിന്റെ മതസൗഹാർദ്ദത്തിന്റെ വലിയ ഉദാഹരണങ്ങളാണ്. ഈ 3 സംസ്കാരങ്ങളുടെ സംഗമഭൂമി കൂടിയാണ് വാഗമൺ. വാഗമരങ്ങൾ പൂത്ത മണ്ണാണെങ്കിലും ബ്രിട്ടീഷുകാർ കണ്ടെത്തിയ മണ്ണാണെങ്കിലും വാഗമൺ എന്നും സഞ്ചാരികൾക്ക് ഒരു അത്ഭുതമാണ്. ഓരോ തവണ നമ്മൾ ഈ മണ്ണിൽ കാലുകുത്തുമ്പോഴും ആ പഴയ ചരിത്രത്തിന്റെ ഗന്ധം കാറ്റിൽ പടരുന്നുണ്ടാകും. കാലം മാറുമ്പോൾ കാഴ്ചകൾ മാറിയേക്കാം, പക്ഷേ ഈ പേരിന് പിന്നിലെ ആ ഗാംഭീര്യം എന്നും അങ്ങനെ തന്നെ നിലനിൽക്കും. കേരളത്തിലെ ഇതുപോലുള്ള സ്ഥലങ്ങളുടെ കൂടുതൽ രസകരമായ കഥകൾ അറിയാൻ ഒറിജിൻ സ്റ്റോറീസ് മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത എപ്പിസോഡിൽ മറ്റൊരു സ്ഥലത്തിന്റെ ചരിത്രവുമായി വീണ്ടും കാണാം. നന്ദി.